അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? സുഖം തന്നെയല്ല എല്ലാവർക്കും? ഞമ്മക്കൂടെ സുഖമാണ് അൽഹംദുലില്ലാ. നമ്മളിവിടെ കുറച്ച് അരിനെല്ലിക്ക പറിച്ച് വെച്ചിരിക്കണം. അപ്പോൾ അതുകൊണ്ട് അച്ചാറിടാം, നിങ്ങൾക്കാണ് കാട്ടിത്തരാമെന്ന് വിചാരിച്ചാണ്ടാ. നോക്കാണീ അരിനെല്ലിക്ക ഇപ്പോൾ കഴുകിങ്ങാണ്ട് നമ്മളിവിടെ എടുത്തുങ്ങാണ്ടേ ഈ കവറിലിട്ടുങ്ങാണ്ട് വെല്ലം ഇങ്ങനെ ചതച്ചതാണ് കേട്ടോ. ഒന്നും കൂടി കുത്തി ചതച്ചെടുത്തേക്കാണ് അതിൻ്റെ കുരുണ്ട് കളയാനേ. അപ്പോൾ എളുപ്പമാണ്. പിന്നെ നമ്മളിവിടെ അത് വേവിച്ച് കുക്കറിലൊന്നുകൊണ്ട് വിസിലടിച്ചിങ്ങാണ്ട് അങ്ങനെയും ഉണ്ടാക്കും. പക്ഷെ അങ്ങനെ ആകുമ്പോൾ പറ്റങ്ങോട്ട് വെറും മസാലൻ്റെ മാതിരി ഉണ്ടാകുകയാണ്. അപ്പോൾ അത് നമുക്കൊരു കഷ്ണമൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് തൊടാനും കടിച്ചാനൊക്കെ വേണേ. അച്ചാറാണെങ്കിലും തൊട്ട് വെക്കാനാണെങ്കിലും അതിലൊരു കഷ്ണം ഇല്ലെങ്കിൽ അതൊരു രസമല്ല. അപ്പോൾ അതൊന്നും കുത്തിങ്ങാണ്ടേ ഒന്നും കുത്തിയാൽ മതി. അപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ പൊളിഞ്ഞ് പോരുന്നുണ്ട്. കുരു കൊണ്ട് മാറ്റിയെടുക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ അതാണ് മാറ്റിയെടുത്തുങ്ങാണ്ട് ഇതിൻ്റെ പണിയുണ്ട് ഒരുക്കുക നമ്മൾ. എളുപ്പമുണ്ട് ഇങ്ങനെ കുത്തി പൊട്ടിച്ചിങ്ങാണ്ട് എടുക്കാനേ. ഒരു കവർക്ക ഇട്ടാൽ മതി. ഇല്ലേ തമ്മിയോ ഇനി എല്ലാ കുത്തണ കല്ല അതിലിട്ടാണ്ടാണെങ്കിൽ കുറേ നേരം അത് മാറ്റി മറിച്ച് വിടാൻ നിൽക്കണ്ടേ. ഇതാകുമ്പോൾ ഒരു നല്ലൊരു കവർക്ക ഇട്ടുങ്ങാണ്ട് ഒന്നും കുത്തിങ്ങാണ്ട് എടുത്താൽ മതി. എളുപ്പമുണ്ട്. എന്തേലും വല്ല മുട്ടിയോ കട്ട് ഇനി അല്ലെങ്കിൽ ആ ഉരലിൻ്റെ ചെറിയ കുട്ടിയോ എന്തെങ്കിലുമൊക്കെ ഇട്ടുങ്ങാണ്ടൊന്ന് വെച്ചുങ്ങാണ്ടൊന്ന് മെല്ലെ കുത്തിയെടുത്താൽ മതി. എളുപ്പമുണ്ട് പരിപാടി. പിന്നെ ഓരോന്നൊക്കെ ഉണ്ടാവും കേട്ടോ. കുരു പൊളിഞ്ഞെടുക്കാത്തൊക്കെ. മൂക്കാത്തത് എളുപ്പം അങ്ങോട്ട് ഇതാവില്ല, മൂത്തത് എളുപ്പമാണ് പൊളിഞ്ഞു പോരും. അപ്പോൾ ഒന്നോ രണ്ടൊക്കെ ഉള്ളത് അവിടെ കടന്നോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. അതിലുപ്പ് മുളകൊക്കെ പിടിച്ചു. ഇത് വേഗം പിടിച്ചണ സൈസാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ അരിനെല്ലിക്ക. അച്ചാറിട്ടാലും ഉപ്പിലിട്ടാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കാട്ടാം. നല്ല ടേസ്റ്റാണ്, നല്ലതുമാണ്. നമ്മൾ ഈ പീടിയിൽ നിന്ന് പാക്കറ്റ് വാങ്ങണേലേറെ അച്ചാർ വാങ്ങണേലേറൊക്കെ നമുക്ക് നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കി നമുക്ക് സുഖമായിട്ട് മനസമാധാനത്തിൽ കൂട്ടാം. അപ്പോൾ അതിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതുണ്ടായിരുന്നു കണ്ട അതൊന്നുകൊണ്ട് വാട്ടേക്ക് ഉലുവയും കടുകൊക്കെ ഇട്ടുകൊണ്ടാണ് കേട്ടോ വാട്ടിക്കണത്. 2 അണി ഉലുവയും 2 അണി കടുകും ഇട്ടാണ് വറുത്തുകൊണ്ടേ. ഇതിക്ക് പിന്നെ നമ്മൾ തോനെ എണ്ണയൊന്നും വെക്കണില്ല. കാര്യം എന്താ അറിയോ, മാങ്ങാച്ചാറിട്ട് തന്നെ നല്ല എണ്ണയിൽ ഇടാൻ പറ്റുള്ളൂ. അതെന്നെങ്കിൽ അതിൻ്റെതായ ഇത് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ അങ്ങോട്ട് എണ്ണ കുറച്ചിങ്ങാണ്ട് ഇട്ടേക്കാണ്. ഒന്ന് തൊട്ട് നമുക്ക് എണ്ണ വല്ലാതെ പറ്റൂല. അപ്പോൾ അതിക്ക് വേണ്ട ഉപ്പ് ഇട്ട് കൊടുത്തേക്കണ്. ഇത് നമ്മൾ അച്ചാറും പൊടി ഇട്ടുങ്ങാണ്ടല്ല കേട്ടോ മക്കളെ ഉണ്ടാക്കണത്. ഇതാ മുളകും പൊടിയാണ് ഇട്ടിക്കണത്. കുറച്ച് കായപ്പൊടി ഇടണം, സാമ്പാർ കായത്തിൻ്റെ പൊടി. അപ്പോൾ അത് നല്ലോണം ഒന്ന് വഴറ്റിക്കും കേട്ടോ. ഇനി ഇതൊന്ന് അതിലിട്ടാണ്ടൊന്ന് ഇളക്കിങ്ങാണ്ടേ ഒന്നങ്ങോട്ട് ഇളക്കി ഒന്നുകൊണ്ട് ചൂടായതിന് ശേഷം തുള്ളി സുറുക്കിയാണ്ട് ഒഴിച്ചിങ്ങാണ്ടേ അവിടെ ഓഫാക്കിയിടാം. കൂടുതൽ നേരം വേഗമൊന്നും വേണ്ട കേട്ടോ. ഒന്നും ചൂടായാൽ തന്നെ പിന്നെ ഇത് 2 ദിവസം ഇരുന്നാൽ അച്ചാർ 2 ദിവസം ഇരുന്നെങ്കിലുള്ളൂ പിന്നെ ടേസ്റ്റ് ഉണ്ടാകുക, നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ അതിൻ്റെ പണി ഇവിടെ കഴിഞ്ഞുകൊണു. ഇനി അതുകൊണ്ട് ഓഫാക്കി കണ്ടവിടെ മൂടി വെച്ചാൽ അതവിടെ ശരിയാവും. എന്നിട്ട് അതിക്ക് കുറച്ച് സുർക്കയും കൂടെ ഒഴിച്ചിങ്ങാണ്ടേ അടുത്ത് വെച്ചാൽ മതി. അപ്പോൾ എന്നും പറയണ മാതിരി തന്നെ മക്കളെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നമ്മളെ വീഡിയോ ഇന്നത്തെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.